ഓപ്ഷൻ വണ്ടി എടുത്തിട്ടും ആ ഒരു 360 ഡിഗ്രി നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആവുന്നില്ല എന്നാണ് ഈ പറഞ്ഞത്. അതെ, ഒരു ഫുൾ ഓപ്ഷൻ ഞാൻ കൊടുത്ത പ്രൈസ് പോയിന്റിൽ മിക്കവാറും സാധനം ഒരു 360 ഡിഗ്രി അവൈലബിൾ. ഹായ് ഫ്രണ്ട്സ്, ട്രയംഫ് അച്ചീവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്നൊരു വെഹിക്കിൾ റിവ്യൂമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഹോണ്ട അമേസ് 3rd ജനറേഷൻ വെഹിക്കിൾ 1000 കിലോമീറ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത അതിന്റെ ഓണറിന്റെ അടുത്ത് തന്നെ നമുക്ക് വിശദമായിട്ടുള്ള വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നത്. പോയാലോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക്. സർ, നേരത്തെ ഉപയോഗിച്ചിരുന്ന കാറിൽ നിന്നും എന്തുകൊണ്ടാണ് ഹോണ്ട അമേസിലേക്ക് പോകാനായിട്ടുണ്ടായ കാരണം? വോക്സ്വാഗൺ അമിയോ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതൊരു മാനുവൽ ട്രാൻസ്മിഷൻ വെഹിക്കിൾ ആയിരുന്നു. ലോങ് ട്രിപ്സ് പോകുമ്പോഴത്തേക്ക് 3-4 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം കണ്ടിന്യൂ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് തിരിച്ചു. അപ്പോൾ ഞാനൊരു ലോങ് ജേണിക്ക് പറ്റുന്ന വെഹിക്കിൾസ് തുടങ്ങി. ഓട്ടോമാറ്റിക് വെഹിക്കിൾസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടായിരിക്കും. അങ്ങനെ ഓട്ടോമാറ്റിക് വെഹിക്കിൾസ് നോക്കി തുടങ്ങി. ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസ് ആണല്ലോ കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെന്റ്സ് ആണ് ആദ്യം നോക്കിയത്. ടാറ്റ നെക്സോൺ നോക്കി, പക്ഷെ അതിൻ്റെ ലേറ്റസ്റ്റ് മോഡൽസ് എൻ്റെ ബഡ്ജറ്റിന് മുകളിലായിരുന്നു. പിന്നെ ഞാൻ ടാറ്റ പഞ്ച് നോക്കി, പക്ഷെ അതൊരു ഹാച്ച് ബാക്ക് ആയിരുന്നു. വോക്സ്വാഗൺ അമിയോ സെഡാനാണ്. സെഡാനിൽ നിന്ന് ഒരു ഹാച്ച് ബാക്കിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം പിന്നെ നോക്കിയപ്പോഴത്തേക്കാണ് സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ഓഫർ ചെയ്യുന്ന ഹോണ്ടയുടെ വെഹിക്കിൾസിലേക്ക് എത്തിയത്. എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് ഇത് സജസ്റ്റ് ചെയ്തത്. കാരണം ഹോണ്ട സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആണ് അവർ പ്രയോറിറ്റി നൽകുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് 3rd ജനറേഷൻ അമേസിലേക്ക് എത്തിച്ചത്. അപ്പോൾ അതിൻ്റെ ഓട്ടോമാറ്റിക് വേർഷനാണ്, ഹൈ എൻഡ് മോഡലുമാണ്. അപ്പോൾ അങ്ങനെയാണ് വെഹിക്കിൾസിലേക്ക് എത്തിയത്. അതെൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വെഹിക്കിൾ കൂടിയാണ്. ബഡ്ജറ്റ് പ്ലാനിൽ തന്നെ പരമാവധി ഓപ്ഷൻസ് നൽകിക്കൊണ്ടാണ് ഈ വാഹനം ഇറക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് നോക്കാം. വോക്സ്വാഗൺ അമിയോ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാറിന് ഹോണ്ട അമേസിലേക്ക് മാറിയപ്പോൾ മൈലേജിൽ എന്താണ് വ്യത്യാസം തോന്നിയത്? പിന്നെ എന്തൊക്കെയാണ് ഇതിന്റെ പുതിയ ഫീച്ചേഴ്സ്? അതൊക്കെ ഒന്ന് നമുക്ക് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കാമോ? സിറ്റി ട്രാഫിക്കിൽ 8 to 9 കിലോമീറ്റർ മൈലേജ് മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. മൈലേജ് പറയുന്ന ഒരു സ്റ്റേജ് ആയിട്ടില്ല, കാരണം ജസ്റ്റ് 1000 കിലോമീറ്റർ ഫസ്റ്റ് സർവീസിന് ആയിട്ടുള്ളൂ. ഇപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ സിറ്റി, ഹൈവേ ആൻഡ് ഹിൽ ഏരിയ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺ ആൻ ആവറേജ് 12.5 കിലോമീറ്റർ മൈലേജ് ആണ് കിട്ടുന്നത്. ഹോണ്ട ക്ലെയിം ചെയ്യുന്നത് ലോങ് ട്രിപ്പിൽ നമുക്കൊരു 18 to 19 കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്നാണ്. അതൊരു അടുത്ത ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കൺഫേം ചെയ്യണം. ഇപ്പോൾ ഈ വാഹനത്തിനകത്ത് അഡാസ് ഫീച്ചർ, ഇപ്പോൾ പുതിയ ജനറേഷൻ വെഹിക്കിളിലൊക്കെ വരുന്ന അഡാസ് ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. അത് എത്തരത്തിൽ നമ്മുടെ ഇന്ന് കേരളത്തിലുള്ള റോഡുകൾക്ക് പറ്റിയതാണോ ആ ഫീച്ചർ? അത് മാത്രമല്ല, എന്താണ് അഡാസ് ഫീച്ചേഴ്സ് എന്നുകൂടി ഒന്ന് പറയാം. അഡാസ് എന്ന് പറയുമ്പോഴത്തേക്കും അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം. അതിൽ കൂടെ നമുക്ക് കുറച്ച് ഇൻപുട്സ് കിട്ടുന്നുണ്ട്. ചില കാര്യങ്ങൾ കാർ സ്വയം ചെയ്യുന്നു. സോ ഇതാണ് അതിൽ കൂടെ വരുന്നത്. അതിലൊരു 3-4 കമ്പോണൻസ് ഉണ്ട്. ഇതിലെ ഒരു പ്രൈമറി ഫീച്ചർ എന്ന് പറയുന്നത് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ സിസ്റ്റമാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു വെഹിക്കിൾ പോകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ സ്പീഡ് അനുസരിച്ച് നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അപ്പോൾ ആ ഫീച്ചർ എൻ്റെ 2 ട്രിപ്പിലും ഞാൻ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്കും ആക്സിലറേറ്ററും ഒന്നും യൂസ് ചെയ്യണ്ട, ജസ്റ്റ് നമ്മൾ ഇരുന്നാൽ മതി. ഫ്രണ്ടിലത്തെ വെഹിക്കിളിൻ്റെ മൂവ്മെൻറ്റ് ജഡ്ജ് ചെയ്തുകൊണ്ട് നമ്മുടെ കാർ മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഒരു ലോങ് ട്രിപ്പിലൊക്കെ അത് വളരെ യൂസ്ഫുൾ ആയിട്ട് കണ്ടു. കാരണം നമ്മൾ കുറച്ച് യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ കുറച്ച് റിലാക്സ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് കെയർ. അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ സ്ട്രെയിൻ കുറയ്ക്കാൻ സാധിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ബെനിഫിറ്റ്സ് കണ്ടിട്ടുണ്ട്. സോ അതിന് ഒരു നെഗറ്റീവ് സൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ വെഹിക്കിൾ മുന്നിൽ പോകുന്ന വെഹിക്കിളുമായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കേരളത്തിലെ കൂടുതൽ ആൾക്കാരും
ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസ്റ്റൻസ് ആയിട്ട് എടുത്ത് എല്ലാവരും ഇങ്ങനെ സ്ഥിരം ഓവർടേക്ക് ചെയ്ത് പോയി ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ഓക്കെ, അതൊരു ആക്ച്വലി നമുക്ക് വേണ്ട സേഫ് ഡിസ്റ്റൻസ് ആണ്. പക്ഷേ നമ്മുടെ ആൾക്കാർക്ക് അത് സേഫ് ഡിസ്റ്റൻസിനപ്പുറം ഓവർടേക്ക് ചെയ്യാനുള്ള പോസിബിൾ ഡിസ്റ്റൻസ് ആയി മാറുന്നു. വേറൊരു അഡാസ് ഫീച്ചർ എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ വെഹിക്കിൾ 20 കിലോമീറ്ററിന് മേളിലാണെങ്കിൽ ആ വെഹിക്കിൾ മുന്നിൽ പോകുന്ന ഒരു വെഹിക്കിളിനെ അങ്ങോട്ട് പോയി ഇടിക്കട്ടെ, അതിനുള്ള ഒരു ഫീച്ചർ അവൈലബിൾ ആണ്. അഡാസ് വർക്ക് ചെയ്യുന്നത് ഒരു ക്യാമറയിൽ കൂടിയാണ്. ആ ക്യാമറ കാറിന്റെ ഫ്രണ്ടിലാണുള്ളത്. അപ്പോൾ ആ ക്യാമറ വഴി മുന്നിൽ പോകുന്ന വെഹിക്കിൾസിന്റെ സ്പീഡ് ജഡ്ജ് ചെയ്തിട്ടാണ്, മൂവ്മെന്റ്സ് ജഡ്ജ് ചെയ്തിട്ടാണ് നടക്കുന്നത്. ഈ സഡൻ ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ കൂടി നമുക്ക് മുന്നിൽ പോകുന്ന വെഹിക്കിൾസിനെ യാതൊരു കാരണവശാലും നമ്മളായി പോയി ഇടിക്കത്തില്ല എന്നുള്ള ഒരു അഷുറൻസ് ഉണ്ട്. എനിക്ക് എൻ്റെ യാത്രയിൽ 2 പ്രാവശ്യം അതിന്റെ ഒരു പ്രയോജനം കണ്ടു. ഒരു പ്രാവശ്യം ഒരു സിഗ്നലിലായിരുന്നു, യെല്ലോ സിഗ്നലിൽ ആയിരുന്നു. നോർമലി ക്രോസ് ചെയ്യാവുന്ന രീതിയായിരുന്നു. എൻ്റെ കാലം ആക്സിലറേറ്ററിൽ തന്നെയായിരുന്നു. പക്ഷെ മുന്നിൽ പോയ ബൈക്ക് സഡൻ ബ്രേക്ക് ഇട്ടു. എൻ്റെ കാല് ബ്രേക്കിൽ എത്തുന്നതിന് മുന്നേ തന്നെ കാറ് സ്വയം ബ്രേക്ക് ഇട്ട് ആ വെഹിക്കിളിനെ ഇടിക്കാതെ. അതുപോലെ ഒരു എക്സ്പീരിയൻസും കൂടി ഉണ്ടായിട്ടുണ്ട്. അത് വളരെ ബെനിഫിഷ്യലാണ്. പക്ഷെ അവിടെ ഒരു പ്രോബ്ലം ഉള്ളത്, അതൊരു സഡൻ ബ്രേക്കിംഗ് സിസ്റ്റമാണ്. ഇറ്റ്സ് നോട്ട് എ ഗ്രാജുവൽ ബ്രേക്കിംഗ് സിസ്റ്റം. ബട്ട് അത് നല്ല ഫീച്ചറാണ്, നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. മൂന്നാമത്തെ അഡാസ് ഫീച്ചർ എന്ന് പറയുന്നത് റോഡ് മിറ്റിഗേഷൻ ഡിപ്പാർച്ചർ സിസ്റ്റം എന്നതാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 2 ലൈൻ 4 ലൈൻ റോഡിൽ കൂടെ പോവുകയാണ്. നമ്മുടെ വണ്ടിയുടെ സ്പീഡ് 70 കിലോമീറ്ററിന് മുകളിലാണെങ്കിൽ ഈ സിസ്റ്റം വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ലൈനിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വാർണിംഗ് കിട്ടും. കാറ് തന്നെ തിരിച്ച് അതിനെ ഈ ലൈനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. അങ്ങനത്തെ ഒരു ഫീച്ചർ അത് നമ്മൾ ഹൈവേസിലെ ട്രാവലിൽ അത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിരുന്നു. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ്, ഹൈ ബീം ഹെഡ്ലൈറ്റ്സ് എല്ലാം ഈ നമ്മുടെ എൻവയോൺമെൻറ്റ് ജഡ്ജ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ഹൈ ബീം ആവും, ലോ ബീം ആവും, ഓൺ ആവും, ഓഫ് ആവും. അതും ഒരു അഡാസ് ഫീച്ചറായിരുന്നു. ഹോണ്ട അമേസ് വന്നിട്ട് 1000 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യാണ്. ഈ 1000 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്ത ആ ഗ്യാപ്പിനകത്ത് വെച്ച് ലോങ് ഡ്രൈവ് എന്തെങ്കിലും ഇതിൽ പോയിട്ടുണ്ടായിരുന്നു? യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? കംഫർട്ട് ആയിരുന്നു? ഡിസംബർ 28-നായിരുന്നു ഞാൻ കാർ എടുത്തത്. അതിനുശേഷം 2 ലോങ് ട്രിപ്പ് നടത്തിയിരുന്നു. ഒരു യാത്ര തേനി കമ്പം മേഖലയിലേക്കായിരുന്നു, തിരുവനന്തപുരത്തുനിന്ന് തേനി കമ്പം വരും. രണ്ടാമത്തെ ഒരു യാത്ര തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വരെയായിരുന്നു. ലോങ് ഡ്രൈവിന് വളരെ നല്ലൊരു വെഹിക്കിളാണ്. ഇതൊരു കോമ്പറ്റീഷൻ വെഹിക്കിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളൊരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് ഈ വെഹിക്കിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും. പക്ഷേ ഒരു സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഫാമിലി യാത്രയ്ക്ക്, ജീവന് വില കൊടുത്തുകൊണ്ടുള്ള ഒരു ഫാമിലി യാത്രയ്ക്ക് വളരെ നല്ലതായിരിക്കും. പക്ഷേ വേറൊരാളിനോട് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഓടിക്കാനാണെങ്കിൽ ഈ കാർ എടുക്കാതിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം ഹോണ്ട അമേസിന്റെ പ്ലസ് ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്, അല്ലെങ്കിൽ അതിന്റെ സവിശേഷതകളെ കുറിച്ച് കേട്ടത്. ഇനി ഇതിന് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് സാറിന് പറയാനായിട്ടുണ്ടോ? ഈ 1000 കിലോമീറ്റർ റൺ ചെയ്തതിന് ഇടയ്ക്ക് വെച്ചിട്ട് സാറിന് എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതുകൂടി നമുക്ക് പ്രേക്ഷകരുടെ മുമ്പിലേക്കൊന്ന് പറഞ്ഞേക്കാം. ചില നെഗറ്റീവ്സ് ഉണ്ട്. പ്രൈമറിലി ഉള്ളത് ഇതിന് 360 ഡിഗ്രി ക്യാമറയാണ്. ആക്ച്വലി ഈ കാറിന്റെ ഫ്രണ്ടിൽ ഒരു ക്യാമറയുണ്ട് അഡാസിന്റെ ഭാഗമായിട്ട്, ലെഫ്റ്റ് സൈഡിൽ ഒരു ക്യാമറയുണ്ട് ലൈൻ വാച്ച്, ബാക്ക് സൈഡിൽ റിവേഴ്സ് ക്യാമറയാണ്. അപ്പോൾ ഇതിന് 3 സൈഡ് കവർ ചെയ്യുന്നു. ഇപ്പോൾ ടോപ്പ് സൈഡ് കിട്ടിയില്ലെങ്കിൽ പുറത്തുണ്ട്, പക്ഷെ റൈറ്റ് സൈഡും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഒരു 360 ഡിഗ്രി വ്യൂവിൽ നമുക്ക് യൂസ്ഫുൾ ആകുമായിരുന്നു. അതായത് ഫുൾ ഓപ്ഷൻ വണ്ടി എടുത്തിട്ടും ആ ഒരു 360 ഡിഗ്രി നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആവുന്നില്ല എന്നാണ് പറഞ്ഞത്. അതെ, ഒരു ഫുൾ ഓപ്ഷൻ ഞാൻ കൊടുത്ത പ്രൈസ് പോയിന്റിൽ മിക്കവാറും കാറുകളിൽ 360 ഡിഗ്രി അവൈലബിൾ ആണ്. സോ അത് കുറച്ചുകൂടെ സേഫ് ആകുമായിരുന്നു. ഹോണ്ട കൺസിഡർ ചെയ്യേണ്ടതായിരുന്നു. അതിന് വലിയ ചെലവും ആകുന്നില്ല, അതാണ് ഒരു പോയിന്റ്. അവർക്കത് ചെയ്യാമായിരുന്നു പ്രൈസ് പോയിന്റ്. പിന്നെ വേറൊരു ഇഷ്യൂ ഉള്ളത് അഡാസിനകത്തുള്ള ഒരു സഡൻ ബ്രേക്കിംഗ്. അത് ഓക്കെ, നമ്മൾ കുറച്ച് യൂസ്ഡ് ആകുമ്പോഴത്തേക്കും ശരിയാകുമായിരിക്കും. അതൊരു ഇഷ്യൂ ആണ്. സെക്കൻഡ്, പവർ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതൊരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട്, സ്പോർട്സ് യൂസിന് വേണ്ടിയിട്ട് അങ്ങനെ വിചാരിച്ചാലും, സ്പോർട്സ് യൂസിനോ അല്ലെങ്കിൽ റോഡിൽ നമ്മളുടെ മസിൽ പവർ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള യൂസിനോ എടുക്കുകയാണെങ്കിൽ നിരാശപ്പെടേണ്ടി വരും. ഇത് ഒരു സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള, എനിക്ക് പവർ, ഞാൻ നേരത്തെ എനിക്ക് അത്രയും പവർ ചെയ്തില്ല. അതിൽ ഞാൻ വളരെ ക്വിക്കായിട്ട് 100-110 കിലോമീറ്റർ സ്പീഡിലേക്ക് എത്തിയിട്ട് പോകാറുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഞാൻ ലോങ് തന്നെ ഒരു 70-80 കിലോമീറ്റർ സ്പീഡിലേക്കാണ്
ഇപ്പം എൻ്റെ പ്രോബ്ലം ആയിരുന്നു എങ്കിൽ ഞാൻ നേരത്തെ അങ്ങനെ ചെയ്യുമായിരുന്നു. അത് ഓക്കെ, ഇതിൻ്റെ പവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാവാം, ഞാൻ ടെക്നിക്കൽ പേഴ്സൺ അല്ലാത്തതുകൊണ്ട് അറിയില്ല. പക്ഷെ ആ ഒരു സ്പീഡിലേക്ക് ഓടും. 10 മിനിറ്റ് കൃത്യമായിരിക്കും നമ്മൾ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, പക്ഷെ ആ ഒരു പവർ ഫീൽ. ഓവറോൾ എത്ര മാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഓവറോൾ എന്താണ് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം? ഓവറോൾ ഒരു ഫാമിലി പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഞാൻ 8 ഔട്ട് ഓഫ് 10 8 ഔട്ട് ഓഫ് 10 എന്നുള്ള ഒരു സ്കോപ്പിൽ നോക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 360 ഡിഗ്രി ക്യാമറയും കുറച്ചുകൂടെ പവറും. പിന്നെ ഒരു പ്രോബ്ലം കൂടി ഉണ്ടായിരുന്നു. സീറ്റ് അത്ര കംഫർട്ടബിൾ അല്ല. സീറ്റിന്റെ വിട്ട് കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം നമ്മുടെ കേസിലെ ചെറിയൊരു ലോങ് ട്രിപ്പ് പോകുമ്പോഴത്തേക്കും കുറച്ച് അൺകംഫർട്ടബിൾ ഫീൽ. അപ്പൊ എനിക്കും വൈഫിനും കംഫർട്ടബിൾ അല്ലേ, പക്ഷെ മകന് കുറഞ്ഞ ആൾക്കാർക്ക് കാലിന്റെ നീളം കുറഞ്ഞ ആൾക്കാർക്ക് ഓക്കെ, പക്ഷെ ഞങ്ങൾക്കത് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യും. ആ ഒരു പ്രോബ്ലം കൂടി ഉണ്ട്. അതുകൊണ്ട് 8 ഔട്ട് ഓഫ് 10 ആണ് എൻ്റെ പ്രശ്നം. ഹോണ്ട അമേസിനെ പറ്റി റിവ്യൂ ചെയ്ത് അപ്പോൾ നമുക്ക് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കാനായിട്ട് സാർ കാണിച്ച ഈ ഒരു വലിയൊരു മനസ്സിന് ആദ്യം നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വെഹിക്കിളിലെ യാത്രകളെല്ലാം സന്തോഷകരമായിട്ട് മാറട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്. ട്രൈംഫ് എച്ച് ചാനൽ പേരുണ്ട്. ബൈ.